ദൈവത്തിന് നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഈ പ്രാരം ദൈവസനിൽ ആയിരിക്കാൻ ദൈവമായ കർത്താവ് സഹായിച്ചല്ലോ. അവൻ്റെ വലിയ വിധത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് വേഴ്സ് 14 to 19, 14 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുവാനായിട്ട് പോകുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ ഇന്ന് രാത്രി ആയിരിക്കണം. ദൈവത്തിൻ്റെ നല്ല ആത്മാവ് ഇന്ന് രാത്രി നമ്മുടെ ഉള്ളത്തിൽ ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വലിയ ദൈവത്തിൻ്റെ ബന്ധത്തിന് ആഴത്തിലേക്ക് കിടക്കുമ്പോൾ ദൈവത്തിൻ്റെ നല്ല ആത്മാവ് നമ്മൾ കൂടെ പ്രവർത്തിക്കണം. 14 വാക്യം മുതൽ 19 വാക്യം വരെ നമ്മളെല്ലാവരും ശബ്ദമുയർത്തിയ വാക്യം വായിക്കാൻ പോവുകയാണ്. Let us all read together. നമ്മളെല്ലാവരും ഒരുമിച്ച് ഈ വാക്യം വായിക്കുവാൻ പോകുന്നു. ദയവായിട്ട് ബൈബിൾ ക്ലാസ്സിൽ കടന്നു വരുമ്പോൾ ബൈബിൾ കൊണ്ടുവരണം. ഒരു പേപ്പറും ഒരു ബുക്കും ഒരു പെൻസിൽ പേനയും കൂടെ കൊണ്ടുവരാൻ ഓർപ്പിക്കട്ടെ. 3-ാം അധ്യായം 14 വാക്യങ്ങൾ. ഈ പ്രത്യേകമായിരിക്കുന്ന പാഠങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ വളരെ ഭയത്തോടെ വളരെ വിറയോടുകൂടെ വേണം മാത്രം പഠിക്കുവാൻ. കാരണം നമ്മളെ ചിന്തിച്ചു വന്ന വിഷയം 6 ലക്ഷം പുരുഷന്മാരടങ്ങിയതായിരിക്കുന്ന വാഗ്ദത്തം പ്രാപിച്ച ദൈവത്തെ ജനം വാഗ്ദത്തം പ്രാപിച്ചുകൊണ്ട് മുമ്പോട്ട് ഇറങ്ങി തിരിച്ചിട്ട് അവസാനമായിട്ട് വാഗ്ദത്തത്തിനായിട്ട് എത്തിച്ചേരുവാൻ ഇടയായിത്തുന്ന 2 പേര്. ബാക്കി എല്ലാവരും മരുഭൂമിയിൽ പട്ടുപോയി. എന്താണ് ഇതിന്റെ കാരണം? എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിക്കുവാൻ ഇടയായിത്തുന്നത് 7 സ്റ്റെപ്പ് ഓഫ് അപ്പോസ്റ്റസി. അപ്പോസ്റ്റസി ദൈവത്തിൽ നിന്ന് ദൈവത്തെ ത്യജിച്ചു കളയുന്നതിൻ്റെ 7 പടികൾ. അതാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത്. പ്രധാനമായിട്ട് നിങ്ങൾ അത് പിന്നീട് നിങ്ങൾ നോട്ട് ചെയ്യുക, നിങ്ങൾ കാസറ്റ് മേടിക്കുവാനായിട്ട് ശ്രമിക്കുക, നിങ്ങൾ കേൾക്കണം. വളരെ ആവശ്യമായ കാര്യമാണ്. ഇതിൻ്റെ ഫസ്റ്റ് പോർഷൻ നമ്മൾ ചിന്തിച്ചത് refuse to hear the word of God. ദൈവവചനം കേൾക്കുവാനുള്ള മടി, അല്ല ദൈവവചനം കേൾക്കുവാനുള്ള താല്പര്യമില്ലായ്മ, അതാണ് അപ്പോസ്റ്റസിലേക്ക് അവരെ ലീഡ് ചെയ്തത്. ഇന്ന് രാത്രിയിൽ അതിൻ്റെ 2ാമത്തെ ഭാഗത്തിലേക്ക് ഞാൻ കടന്നു വരികയാണ്. വേഴ്സ് 14, 14 വാക്യം. ഇന്ന് രാത്രിയിൽ നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കുവാൻ പോകുന്ന ഭാഗമുണ്ട്. ആ ഭാഗമെന്ന് പറയുന്നത് ഇസ്രായേൽ മക്കളുടെ അൺബിലീഫ്. 4 വിധ പ്രൊവോക്കേഷൻസ് ദൈവത്തോട് കൊണ്ടുപോകാനിടയായി. ഇസ്രായേൽസ് അൺബിലീഫ് ഒന്ന് നോട്ട് ചെയ്താട്ട്. ഇസ്രായേൽസ് അൺബിലീഫ് വാസ് എ fourfold പ്രൊവോക്കേഷൻ. ഇസ്രായേൽ മക്കളുടേതായിരിക്കുന്ന അവിശ്വാസം 4 വിധ മത്സരത്തിലേക്ക് നടത്തി. ഇസ്രായേൽസ് അൺബിലീഫ് വാസ് എ fourfold പ്രൊവോക്കേഷൻ. അതിന് പ്രാരംഭമായിട്ട് ഇന്ന് രാത്രി ചിലത് പഠിപ്പിച്ചുകൊണ്ട് നമ്മുടെ വിഷയത്തിൽ നിർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതിൻ്റെ ആ 7 സ്റ്റെപ്പ്, അപ്പോസ്റ്റസിയുടെ 7 സ്റ്റെപ്പുകളെ കുറിച്ച് പറഞ്ഞിട്ട് അപ്പോസ്തലനായ പൗലോസ് കൊണ്ട് അവസാനിപ്പിക്കുന്ന ഭാഗം ഇതാണ്. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നു. അപ്പോൾ ഒരു വ്യക്തി കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുമ്പോൾ കർത്താവായ യേശുവിനോടുകൂടെ അവർ പങ്കാളികളാണ്. പാർട്ടേക്കേഴ്സ് വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തുവിനോടുകൂടെ അവർ പങ്കാളികളാകുന്നു. എപ്പോൾ അത് തുടങ്ങുന്നു? ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവുമായിട്ട് ചേരുമ്പോൾ, അഥവാ യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുമ്പോൾ അവിടെ മുതൽ യേശു ക്രിസ്തുവിനോടുകൂടെ അവർ പങ്കാളികളാണ്. നമുക്കറിയാം, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്തിന് നമ്മെ പങ്കാളികളായി കഴിയുന്നു. മറ്റെല്ലാവിധമായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന് ഏതെല്ലാം അധികാരങ്ങൾ അവകാശമുണ്ട്, അതിനെല്ലാത്തിനും ദൈവം നമ്മെ യോഗ്യരാക്കിയിരിക്കുന്നു. എന്നാൽ ഇവിടെ എങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ. ആ വേർഡ് പറയുന്നത് ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊള്ളുക. അപ്പോൾ സ്റ്റെഡ് ഫാസ്റ്റ് ഇൻ ദ ഫസ്റ്റ് ഫെയ്ത്ത്, നിലനിൽക്കേണ്ട ഒരാവശ്യമുണ്ട്. ആദ്യ വിശ്വാസം, ദൈവത്തിൽ നാം തുടങ്ങിയതായിരിക്കുന്ന വിശ്വാസം അത് കണ്ടിന്യൂ ചെയ്യേണ്ടത്, നിലനിൽക്കേണ്ടതായിരിക്കുന്ന ഒരു ആവശ്യമുണ്ട്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടെ പങ്കാളികളാകണമെങ്കിൽ ആദ്യ വിശ്വാസം നാം മുറുകെ പിടിച്ചുകൊണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നിട്ട് അപ്പോസ്തലനായ പൗലോസ് താഴോട്ട് പറയുന്നു, ഇന്ന് വീണ്ടും ആവർത്തിക്കുകയാണ്, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത്. 3 ചോദ്യങ്ങൾ പൗലോസ് ചോദിക്കുകയാണ്. അതിന് ആൻസറും പൗലോസ് പറയുന്നു. നോട്ട് ചെയ്യുക, 3 ചോദ്യങ്ങൾ പൗലോസ് ചോദിക്കുന്നു, അതിന്റെ ആൻസറും പൗലോസ് പറയുന്നു. വേഴ്സ് 16, 16 വാക്യം. ആദ്യത്തെ ചോദ്യം, 1-ാമത്തെ ചോദ്യം ഇതാണ്: ആരാകുന്നു കേട്ടിട്ട് മത്സരിച്ചവർ? ആരാകുന്നു? ഹൂ പ്രൊവോക്കേറ്റ് ഗാഡ്? ആരാകുന്നു കേട്ടിട്ട് മത്സരം? ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ.
അപ്പോസ്തലനായ പൗലോസ് ഒരു കോൺവെർസേഷൻ പോലെയാണ് ഈ ലേഖനം എഴുതുന്നത്. അങ്ങനെയെങ്കിൽ മറ്റുള്ളവരുടെ അറ്റൻഷൻ പിടിച്ചെടുക്കുവാൻ അങ്ങോട്ട് ചോദിച്ചു ഇങ്ങോട്ട് ചോദിച്ചു സെൽഫായിട്ട് ഉത്തരം പറഞ്ഞ് താൻ മുൻപോട്ട് പോകുമ്പോൾ ആദ്യത്തെ ചോദ്യം പൗലോസ് ചോദിക്കുന്നത്, ആരാകുന്നു കേട്ടിട്ട് മത്സരിച്ചവർ? ഉത്തരം അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. താഴെ പറയുന്നു, മിസ്രൈമിൽ നിന്ന് മോശ മുഖാന്തരം പുറപ്പെട്ടു വന്നവർ എല്ലാവരുമല്ലോ. All that came out of Egypt by Moses. All that came out of Egypt by Moses. ആരാകുന്നു കേട്ടിട്ട് മത്സരിച്ചു? ദൈവത്തോട് ആര് മത്സരിച്ചു? താഴെ ഉത്തരം കൊടുക്കുകയാണ്, മോശ മുഖാന്തരമായിട്ട് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നവർ എല്ലാവരുമല്ലോ. രണ്ടാമത്തെ ചോദ്യം, 40 ആണ്ട് ആരോട് കൊതിച്ചു? With whom was God grieved for 40 years? With whom was God grieved for 40 years? 40 ആണ്ട് ദൈവം ആരോട് കൊതിച്ചു? അതിന് ഉത്തരം താഴെ കൊടുക്കുകയാണ്, പാപം ചെയ്തവരോടല്ലയോ. With them that had sinned. പാപം ചെയ്തവരോടല്ലയോ. With them that had sinned. എന്നിട്ട് അതിന്റെ റിസൾട്ട് വീണ്ടും പൗലോസ് അതിനെ കണ്ടിന്യൂ ചെയ്യാണ് അവിടെ ആവർത്തിക്കുന്നതാണ്. അവിടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. They were dead. മൂന്നാമത്തെ ചോദ്യം പൗലോസ് ചോദിക്കുന്നത്, എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ആണയിട്ടത് ആരോടാകുന്നു? To whom God swore that they should not enter into his rest. എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ആണയിട്ടത്, ദൈവം ആണയിട്ടത് ആരോടാകുന്നു? അതിന് ആൻസർ അവിടെ പറയുന്നു, അനുസരണം കെട്ടവരോട്. Those who disobeyed. അനുസരണം കെട്ടവരോട്. നെക്സ്റ്റ് വേർഡ് പൗലോസ് അതിന്റെ പ്രത്യാഘാതം പറയുകയാണ്, അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിപ്പാനായിട്ട് കഴിഞ്ഞില്ല. അവരുടെ അവിശ്വാസത്തിന് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം. ആദ്യം പറഞ്ഞത് ആരെയാണ് ദൈവം സ്വസ്ഥതയിൽ പ്രവേശിപ്പിക്കാഞ്ഞത്? അവിടെ പറഞ്ഞത് അനുസരണം കെട്ടവർ, ഡിസ്ഒബീഡിയന്റ് പീപ്പിൾ. അതിന്റെ നെക്സ്റ്റ് താഴെ പറയുന്ന വേർഡ് ഇപ്രകാരമാണ്, ഇങ്ങനെ അവിശ്വാസ നിമിത്തം. മനസ്സിലാക്കുക, ഡിസൊബീഡിയൻസ് ലീഡ്സ് ടു ഡൗട്ട്, അൺബിലീഫ്. നോട്ട് ചെയ്ത് ദാറ്റ് വേർഡ്, ഡിസൊബീഡിയൻസ്, അനുസരണക്കേട്, അവിശ്വാസത്തിലേക്ക് നമ്മെ നയിക്കുന്നു. ഡിസൊബീഡിയൻസ് ലീഡ്സ് ടു അൺബിലീഫ്. നിങ്ങൾ മനസ്സിലാക്കണം, ആ ഒരു ഭാഗം വളരെ ശക്തമായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ്. ദൈവത്തെ നമുക്ക് അനുസരിക്കാം, ദൈവത്തെ നമുക്ക് അനുസരിക്കാതിരിക്കാം. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും ദൈവത്തെ നമ്മൾ അനുസരിക്കുന്നുണ്ട്, അനുസരിക്കാതിരിക്കുന്നുണ്ട്. ആർക്കും ക്ലെയിം ചെയ്യുവാൻ പറ്റത്തില്ല ഞാൻ 100% ദൈവത്തെ അനുസരിക്കുന്നെന്നോ. കാരണം എല്ലാവരുടെ ജീവിതത്തിൽ അവരുടേതായിരിക്കുന്ന ബലഹീനതകളുണ്ട്. എന്നാൽ ഈ ബലഹീനത നമ്മൾ മനസ്സിലാക്കേണ്ടത്, അനുസരണക്കേട്, ദൈവത്തോടുള്ള അനുസരണക്കേട് എന്തിലേക്ക് നടത്തുന്നു? അവിശ്വാസത്തിലേക്ക് അവരെ നടത്തുന്നു. അനുസരണം എന്തിലേക്ക് നടത്തുന്നു? റിഫോർമേഷനിലേക്ക് നടത്തുന്നു, രൂപാന്തരത്തിലേക്ക് നടത്തുന്നു. ഒബീഡിയൻസ് ലീഡ്സ് ടു ട്രാൻസ്ഫോർമേഷൻ. നിങ്ങൾ ഈ 2 വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഇത് നിങ്ങൾ പഠിക്കേണ്ട വിഷയമാണ്. നിങ്ങൾ ഭവനത്തിൽ പോയി ഡീറ്റെയിലാണ് നിങ്ങൾ ചിന്തിക്കുക. ഡിസൊബീഡിയൻസ് ലീഡ്സ് ടു അൺബിലീഫ്. അനുസരണക്കേട് അവിശ്വാസത്തിലേക്ക് നമ്മെ നയിക്കുന്നു. അനുസരണം രൂപാന്തരത്തിലേക്ക് നമ്മെ നയിക്കുന്നു. അപ്പോൾ ഒരു ദൈവ പൈതലിന് രൂപാന്തരം സംഭവിക്കണമെങ്കിൽ അവന് അനുസരണം ഉണ്ടായിരിക്കണം. ദൈവത്തെ അനുസരിച്ചെങ്കിൽ മാത്രമേ രൂപാന്തരത്തിലേക്ക് കടക്കുവാൻ സാധിക്കുകയുള്ളൂ. എന്താണ് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഒന്നുകിൽ ഒരു ദൈവ പൈതൽ അവിശ്വാസിയായിട്ട് മാറ്റപ്പെടും, അല്ല എങ്കിൽ ദൈവ പൈതൽ ആരായിട്ട് മാറ്റപ്പെടും? രൂപാന്തരമുള്ളവനായിട്ട് മാറ്റപ്പെടും. ഇതിന് രണ്ടിൻ്റെയും ഇടയ്ക്ക് ഒരു സ്റ്റെപ്പില്ല.
ആത്മീയ ജീവിതത്തിൽ ഒന്നുകിൽ രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ അവിശ്വാസം കടന്നു വരും. ജീവിതത്തിൽ ദൈവത്തെ അനുസരിക്കുവാനുള്ള ഒരാഗ്രഹം എനിക്കില്ല എങ്കിൽ ഞാൻ പോലും അറിയാതെ എൻ്റെ ജീവിതം ഒരവിശ്വാസത്തിലേക്ക് കടന്നു പോകും. ദൈവത്തെ അനുസരിക്കുവാനുള്ള ഒരുക്കം എനിക്കുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ ഒരു രൂപാന്തരം സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ദൈവത്തിന്റെ മക്കളെ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ അനുസരണം, നമ്മുടെ അനുസരണക്കേട്, ഇത് രണ്ടും നമ്മുടെ ഭാവിയെ തിരഞ്ഞെടുക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ദൈവത്തിന്റെ മക്കൾക്ക് രൂപാന്തരം ആവശ്യമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു, റോമക്കലേന 12-ാം അധ്യായത്തിന്റെ 2-3 വാക്യം, ഈ ലോകത്തിനോ അനുരൂപരാകാതെ ദൈവത്തിന് നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്നറിഞ്ഞോ ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കിയ രൂപാന്തരപ്പെടണം. നിങ്ങൾ മനസ്സിലാക്കണം, മനസ്സ് പുതുക്കിയ രൂപാന്തരം സംഭവിക്കുന്നില്ല എങ്കിൽ ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് മനസ്സിലാക്കുവാൻ സാധ്യമല്ല. ശ്രദ്ധിക്കണം നിങ്ങൾ ഈ വേർഡ്, പാപത്തിന്റെ ചതി, കഠിനപ്പെടുക. എന്തിലേക്കാ പാപത്തിന്റെ ചതി നമ്മെ നയിക്കുന്നത്? ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുന്നു. ദൈവത്തോട് നമ്മെ അടുപ്പിക്കണമെങ്കിൽ എന്ത് വേണം? അനുസരണം ആവശ്യമാണ്. ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തെ നാം അനുസരിക്കുന്നില്ല എങ്കിൽ എന്റെയും നിങ്ങളുടെയും ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു വലിയ തകർച്ചയാണ് അവിടെ എനിക്ക് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ സംഭവിച്ച ആദ്യത്തെ കുഴപ്പമെന്ന് പറയുന്നത്, ദൈവത്തെ അവരനുസരിക്കാതിരുന്നത് കൊണ്ട് അവര് അവിശ്വാസികളായി തീരുവാനായിട്ടിടയായിത്തീർന്നു. അവിശ്വാസം അവരുടെ ഹൃദയ കാഠിന്യത്തിലേക്ക് കൊണ്ടുപോയി. ഹൃദയ കാഠിന്യം തുടർന്ന് ദൈവത്തിനെതിരായിട്ട് മറുതലിപ്പാനായിട്ടിടയായിത്തീർന്നു. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവരുടെ ജീവിതം ഒരു വലിയ പരാജയത്തിലേക്ക് കടന്നുപോയി. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തെ അനുസരിക്കേണ്ടത് ജീവിതത്തിൽ വളരെ ആവശ്യമാണ്. ദൈവത്തെ അനുസരിക്കുക എന്ന് പറയുമ്പോൾ, ദൈവം എന്നോട് എന്തെങ്കിലും ഓഡിബിളായിട്ട് സംസാരിച്ചാൽ അനുസരിക്കാമെന്നുള്ളതല്ല ഞാനിവിടെ പറഞ്ഞു വരുന്നത്. ദൈവത്തെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവവചനത്തെ അനുസരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ട്. ദൈവത്തെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവവചനത്തെ അനുസരിക്കുക. നമുക്കെല്ലാവർക്കും ദൈവം എന്നോട് ഓഡിബിളായിട്ട് സംസാരിച്ചാൽ അനുസരിപ്പാനായിട്ടുള്ള ഒരുക്കം നമുക്കുണ്ട്. എന്നാൽ മനസ്സിലാക്കണം, ദൈവം എല്ലാവരോടും എപ്പോഴും ഓഡിബിളായിട്ട് സംസാരിക്കുന്ന ദൈവമല്ല. പിന്നെയോ ദൈവത്തോട് അനുസരിക്കുക എന്ന് പറയുമ്പോൾ ദൈവവചനത്തെ നാം അനുസരിക്കുക. ദൈവവചനത്തെ എൻ്റെ പ്രാവർത്തിക ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. ഒരു ദൈവബോധം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ലോകത്തിലെ ഒരു വിശ്വാസിയുടെ ജീവിതം എന്ന് പറയുന്നത് ദൈവവചനം നിവർത്തീകരിക്കുന്ന ഒരനുഭവമാണ് ഒരു വിശ്വാസം. ശ്രദ്ധിക്കുക, ഒരു വിശ്വാസിയുടെ ഈ ലോകത്തിലെ ജീവിതം എന്ന് പറയുന്നത് ദൈവവചനത്തിന്റെ നിവർത്തീകരണമാണ്. ദൈവത്തിന്റെ വചനം എന്ത് നിവർത്തിക്കപ്പെടണമോ അതാണ് ഒരു വിശ്വാസിയുടെ ജീവിതം. ഞാനും നിങ്ങളും ദൈവവചനം നിവർത്തിക്കുന്നവരായി തീരണം. ദൈവത്തിന്റെ വചനം നിവർത്തിക്കപ്പെടണമെങ്കിൽ എനിക്കും നിങ്ങൾക്കും ദൈവവചനത്തെ അനുസരിച്ചെങ്കിൽ മാത്രമേ സാധ്യമാകുള്ളൂ. കർത്താവായ യേശു ക്രിസ്തു ശുശ്രൂഷയിലേക്ക് കടന്നു വന്നു. യേശുവിന്റെ ആദ്യത്തെ പ്രസംഗം ഇപ്രകാരമായിരുന്നു, ബദ്ധൻ എളിയവരോട് സദ്വർത്തമാനം അറിയിപ്പാൻ യഹോവയായ കർത്താവിനെ അഭിഷേകം ചെയ്തു. എന്നിട്ട് പറയുന്നു, അതുകൊണ്ട് നിങ്ങൾ ഇന്ന് കേൾക്കുന്നത് കൊണ്ട് ഈ വചനത്തിന് നിവർത്തീകരണം വന്നു. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ കിടന്നു. അവിടെ താൻ മരിക്കുവാനായിട്ട് ഒരുങ്ങി. തനിക്ക് വെള്ളം ഇല്ലെങ്കിലും താൻ മരിച്ചതിനെയും ആ വെള്ളം വേണ്ടിയിട്ടല്ല. പിന്നെ യേശു ക്രിസ്തുവിന് ഒരു കാര്യം അറിയാം, യേശു ക്രിസ്തു അവസാനമായിട്ട് വെള്ളം ചോദിക്കണമെന്നും ആ വെള്ളം കൊടുക്കുന്നത് കയ്പ് കലർത്തി കാടിയാകണമെന്നും ഓൾറെഡി ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതിന്റെ ഒരു നിവർത്തീകരണമാണ് കർത്താവായ യേശു കാൽവരി ക്രൂശിൽ നിന്നുകൂടെ പറഞ്ഞത്, എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു പക്ഷെങ്കിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എന്താ എന്നെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ഒരു ദൈവ പൈതൽ എങ്ങനെ ജീവിക്കണമെന്നും ഒരു ദൈവ പൈതൽ എങ്ങനെ നടക്കണമെന്നും ദൈവത്തിന്റെ വിശുദ്ധ വചനം പഠിപ്പിച്ചിരിക്കുമ്പോൾ ആ വചനത്തെ നിവർത്തിക്കുന്നതായിരിക്കണം എന്റെ ജീവിതം എന്ന് പറയുന്നത്. കരമുയർത്തിയ ദൈവത്തെ ഹല്ലേലൂയ പറഞ്ഞോട്ടെ. വളരെ പ്രാർത്ഥനയോടുകൂടെ ശ്രദ്ധയോടുകൂടെ ഇന്ന് രാത്രി ആയിരിക്കണം. നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഞാനും നിങ്ങളും ദൈവവചനം നിവർത്തിക്കുന്നവരാകണം. വിശ്വസിക്കുന്നവരാൾ ഈ അടയാളങ്ങൾ നടക്കുമെന്നോ ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. ആ അടയാളങ്ങൾ എന്നിൽ കൂടെ വെളിപ്പെടുമ്പോഴാണോ ആ വചനത്തിനോ നിവർത്തീകരണം വരുന്നത്. സകല സൽപ്രവൃത്തിക്ക് വക പ്രാപിച്ചവനാകണം ദൈവത്തിനെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സകല സൽപ്രവൃത്തിയും എന്നിൽ കൂടെ വെളിപ്പെടുമ്പോഴാണോ ആ വചനത്തിന് നിവർത്തീകരണം കടന്നു വരുന്നത്.
നിങ്ങൾ മനസ്സിലാക്കണം, എന്റെയും നിങ്ങളുടെ പേരുകൾ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും ഞാനും നിങ്ങളും ഒരു ദൈവപേദരായിരിക്കുന്നിടത്തോളം എനിക്കും നിങ്ങൾക്കൊരു വലിയ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ദൈവത്തിന്റെ വചനം എന്നിൽ കൂടെ നിറവേറ്റപ്പെടണം. കർത്താവായ യേശു ക്രിസ്തു കാൽവക്രൂശിൽ കടന്നുപോകുന്നതിന് മുമ്പായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന അത് തന്നെയായിരുന്നു, പിതാവേ, എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ ഇതാ കടന്നു വരുന്നു. ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് ദൈവത്തിന്റെ വചനത്തെ യേശു അനുസരിക്കുവാനായിട്ടിടയായി തീർന്നു. ഓൾറെഡി യെശയ്യാ പ്രവചനത്തിൽ കിടക്കുന്ന വാക്യമാണ്, എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവയായ കർത്താവിനെ അഭിഷേകം ചെയ്തു. യേശുവിന് വേണമെങ്കിൽ അത് ഏറ്റെടുത്ത് പറയേണ്ട കാര്യമില്ല. എന്നാൽ ഒരു കാര്യം യേശു മനസ്സിലാക്കി, ഇത് എന്നെ കുറിച്ചുള്ളതാണ്. എളിയവർ ആ അഭിഷേകം എന്റെ മേൽ കടന്നു വന്നിരിക്കുന്നതുകൊണ്ട് അത് എന്റെ ജീവിതത്തിൽ കൂടെ നിറവേറ്റപ്പെടേണ്ടതാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ മക്കളെ നമ്മൾ മനസ്സിലാക്കണം, ഞാനും നിങ്ങളും ഓരോരുത്തരും വചനത്തിന് നിവർത്തീകരണമായിട്ടുള്ള ഒരു അനുഭവത്തിലേക്ക് ഞാൻ നിങ്ങളെ കടന്നു വരണം. അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നിലും നിങ്ങൾ കൂടെ ദൈവത്തിന്റെ വചനം നിറവേറ്റപ്പെടണം. എന്നിലും നിങ്ങൾ കൂടെ ദൈവവചനം നിവർത്തീകരിക്കപ്പെടണം. ആ നിവർത്തീകരണത്തിലേക്ക് കടക്കുമ്പോഴാണ് ദൈവത്തിന് ഒന്ന് പറയുവാൻ സാധിക്കുന്നത്, ഇവർ വാസ്തവമായിട്ട് എന്നെ അനുഗമിക്കുന്ന ഗണമാണ്. കാര്യങ്ങൾ ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പറഞ്ഞാട്ടോ. എന്താ ഇവിടെ സംഭവിച്ചത്? ദൈവം തന്നെ ചോദിക്കുകയാണ്. 3 ചോദ്യങ്ങൾ ദൈവം ചോദിച്ചു. അവസാനമായിട്ട് ദൈവം പറയുന്നു, അനുസരണം കെട്ടതുകൊണ്ട് അവർക്ക് അവിശ്വാസികളായി തീർന്നു. അവിശ്വാസം കൊണ്ട് അവർക്ക് വാഗ്ദത്ത നാട്ടിലെത്തുവാൻ സാധ്യമായില്ല. ഇവർ അവിശ്വസിച്ചു. എന്തിനെയാണ് ഇവർ അവിശ്വസിച്ച്? ഞാൻ നേരത്തെ പറയുണ്ടായി, ദൈവത്തിന്റെ വചനമാണോ അവർ അവിശ്വസിച്ചത്? ദൈവത്തിന്റെ വചനമാണോ അവർ വിശ്വസിക്കാതിരുന്നത്? ദൈവത്തിന്റെ വചനത്തോടാണോ അവർ അനുസരണക്കേട് കാണിച്ചത്? ദൈവത്തിന്റെ വചനത്തോട് അവർ അനുസരണക്കേട് കാണിച്ചത് കൊണ്ടാണോ അവർ ദൈവത്തോട് അവിശ്വസ്തരായി എന്ന് പറയുന്നത്, അഥവാ അവിശ്വാസികളായി എന്ന് പറയുന്നത്? നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ പറഞ്ഞ ഓരോ പോയിന്റ്. ദൈവത്തിന്റെ വചനത്തെ ഞാൻ ലംഘിക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ വചനത്തെ ഞാൻ നിറവേറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, സ്വർഗ്ഗത്തിലെ ദൈവം നോക്കുമ്പോൾ ഞാൻ അത് അവിശ്വാസിയായിട്ട് എണ്ണപ്പെടുകയാണ്. എന്തുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞു വരാം. ദൈവത്തിന്റെ വിശുദ്ധ വചനപ്രകാരം 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 3-4 വാക്യപ്രകാരം പറയുന്നു, ഈ ലോകത്തിന്റെ ദൈവം ദൈവപ്രതിമയായ യേശുക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. അപ്പോൾ വാസ്തവത്തിൽ ദൈവ തേജസ്സോ എന്നിൽ കൂടെ ശോഭിക്കാതിരിക്കുന്നതിന്റെ കാരണം എന്നാണെന്നറിയാമോ? ആ പർട്ടിക്കുലർ ഭാഗത്തെ കണ്ണ് കുരുടാക്കി വെച്ചിരിക്കുക. മുഴുവനും നമ്മെ കുരുട്ടാക്കി വെച്ചു എന്നല്ല കേണം. ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവ തേജസ് എന്റെ ജീവിതത്തിലൂടെ വെളിപ്പെടാതിരിക്കുന്നുവെങ്കിൽ അതിന്റെ കാരണം ഈ പിശാച് നമ്മുടെ മനസ്സ് കുരുടാക്കി വെച്ചിരിക്കുക. പൂർണ്ണമായിട്ട് കുരുടാക്കിയെന്നല്ല, ചില പർട്ടിക്കുലർ ഭാഗങ്ങളിൽ കുരുടാക്കി വെച്ചിരിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, അതിനോട് നമ്മൾ അനുസരണം കാണിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? നമുക്ക് ലഭിക്കേണ്ടതായിരിക്കുന്ന ദൈവത്തിന്റെ അനുഗ്രഹം അവിടെ വെച്ച് ബ്ലോക്ക് ചെയ്യപ്പെടുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തെ അനുസരിക്കാത്ത ഏതെല്ലാം നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, അതൊക്കെ നമ്മുടെ അനുഗ്രഹത്തിന്റെ തടസ്സങ്ങളാണെന്നുള്ളത് മനസ്സിലാക്കണം. ഞാൻ വീണ്ടും ആ വേർഡ് ഞാൻ ആവർത്തിക്കട്ടെ. ദൈവത്തെ അനുസരിക്കേണ്ട ഏതെല്ലാം നിമിഷം നമ്മുടെ ജീവിതത്തിലുണ്ട്, അനുസരിക്കാതിരിക്കുന്നുവെങ്കിൽ അത് എന്റെയും നിങ്ങളുടെയും അനുഗ്രഹത്തിന്റെ തടസ്സമായിരിക്കുന്നു. കാരണം അനുസരണമാണ് അനുഗ്രഹം കൂട്ടിക്കൊണ്ടുവരുന്നത്. അനുഗ്രഹം കടന്നു പ്രാപിക്കണമെങ്കിൽ അനുസരണം കൊണ്ട് മാത്രമേ സാധ്യമാവുള്ളൂ. അനുസരിക്കാതെ അനുഗ്രഹം പ്രാപിച്ച ഒരാളുടെ ചരിത്രം വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. എല്ലാവരുടെയും ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള അനുസരണം അവരെല്ലാവരും കാണിക്കുവാനിടയായി. കരങ്ങളുയർത്തി ദൈവത്തിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടോ. എന്താ ഇവര് വാസ്തവത്തിൽ ഇവരുടെ അവിശ്വാസം? എന്തിനാ ഇവർ അവിശ്വസിച്ചത്? ഒന്നുകിൽ നമുക്ക് പറയാം, മോശയുടെ വാക്കുകൾ അവർ അവിശ്വസിച്ചു. അല്ല, എന്ത് പറയാം, ദൈവം അവരോട് സംസാരിച്ചത് അവർ അവിശ്വസിച്ചു. അന്ന് പ്രത്യേകമായിട്ട് എഴുതപ്പെട്ട ലിഖിതങ്ങൾ ഇല്ലാതിരുന്നത് കൊണ്ട് അന്ന് നമുക്ക് അവർക്ക് വേണ്ടി പറയുവാൻ സാധിക്കും, ദൈവം മോശ മുഖാന്തരമായിട്ട് പറഞ്ഞ വേർഡിനെ അവർ ലംഘിച്ചു. അവർ ലംഘിക്കുവാനുള്ള കാരണമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കർത്താവായ യേശു ഈ ലോകത്തിലായിരുന്നപ്പോൾ പരീശന്മാരെ ശാസ്ത്രമാരെ നോക്കേണ്ട ഇപ്രകാരം പറഞ്ഞു. അവരോട് പറഞ്ഞ ഇപ്രകാരമാണ്, നിങ്ങൾ പിശാചന പിതാവിന്റെ മക്കൾ, അതുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിന്റെ ഹിതമെന്തെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? ദൈവത്തെ മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, ദൈവത്തിന്റെ അടുക്കലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി, ദൈവത്തെ അനുസരിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇത് ദൈവത്തിനുള്ളതോ അതോ മറ്റു വല്ലതുമാണോ.
അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നത് ആർക്കായിരിക്കുമെന്ന് അറിയാമോ? ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രമേ അത് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ലോകത്തിന്റെ മക്കൾ, ഞാൻ വീണ്ടും അതാവർത്തിക്കാം, വീണ്ടും ഞാൻ ഒരിക്കൽ കൂടെ പറയാം, ദൈവത്തെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ യേശു ഇപ്രകാരം പറഞ്ഞു. യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. അത് കഴിഞ്ഞ് യേശു ക്രിസ്തു പല അത്ഭുതങ്ങൾ ചെയ്തു. എന്നാൽ ഈ അത്ഭുതങ്ങളൊക്കെ ചെയ്തപ്പോൾ ശബത്ത് നാളിൽ നടന്ന അത്ഭുതങ്ങളെക്കുറിച്ച് നോക്കിക്കൊണ്ട് ഇപ്രകാരം മറ്റുള്ളവർ വന്ന് കുറ്റപ്പെടുത്തി, ഇവൻ വാസ്തവമായിട്ട് ദൈവദൂഷണമാണ് ഇവൻ ചെയ്യുന്നത്, ദൈവത്തെ ഇവൻ ദുഷിക്കുക ചെയ്തത്. യേശു ക്രിസ്തു അവരെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ, അതുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിന് ഹിതമെന്ന് അറിയത്തില്ല. ഞാൻ പറയുന്നത് മനസ്സിലായോ? ഞാൻ പറയുന്നത് മനസ്സിലാക്കുവാൻ ഞാൻ ആഗ്രഹിച്ചത്, ദൈവവുമായിട്ട് യഥാർത്ഥമായിട്ട് അലൈൻമെന്റിൽ നിൽക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിന്റെ സ്വരമെന്തെന്നോ പിശാചിന്റെ സ്വരമെന്തെന്നോ മാനുഷിക സ്വരമെന്തെന്നോ വിവേചിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. എല്ലാവരുടെ ജീവിതത്തിൽ വീക്ക്നെസ് ഉണ്ട്, എൻ്റെ ജീവിതത്തിൽ വീക്ക്നെസ് ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു വരും. എന്നാൽ ഒരു ദൈവത്തിൽ മനസ്സിലാക്കേണ്ടത്, അവൻ ദൈവമായിരിക്കുന്ന അലൈൻമെന്റിലേക്ക് അവൻ നിൽക്കേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവമായുള്ള ബന്ധത്തിൽ അവൻ നിൽക്കുമ്പോൾ അവിടെയാണ് യഥാർത്ഥമായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്നാൽ അവിടെ എന്ത് സംഭവിച്ചു? അന്ന് എഴുതപ്പെട്ട ലിഖിതങ്ങൾ ഇല്ലായിരുന്നുവെങ്കിലും മോശയുടെ വാക്ക് അവർ കേട്ടില്ല, വാക്ക് കേൾക്കുമായിരുന്നു. ആര് കേട്ടു? 2 പേര് കേട്ടു. എന്താ അവരുടെ പ്രത്യേകത? ദൈവം തന്നെ അവരെ നോക്കേണ്ടി പ്രകാരം പറഞ്ഞു, എൻ്റെ ദാസനായിരിക്കുന്ന കാലേവോ എൻ്റെ ദാസനായ യോശുവോ അവർ ഈ കൂട്ടത്തെ പോലല്ല, അവർ വേറൊരു സ്വഭാവമുള്ളവരാ. സ്വർഗ്ഗത്തിലെ ദൈവം നോക്കിക്കൊണ്ട് അവരെ നോക്കിക്കൊണ്ട് പറയുകയാണ്, അവർ ഈ പറയപ്പെടുന്ന 6 ലക്ഷം പുരുഷന്മാരെ പോലെ അല്ല അവരായിരിക്കുന്നത്, അവർക്ക് വേറെ സ്വഭാവമുള്ളവരാ. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഹിതം ചെയ്യണമെന്നുള്ള ആഗ്രഹമുള്ള സ്വഭാവമുണ്ട് 2 പേർക്ക്. അവർക്ക് മനസ്സിലായി മോശ എന്തോ പറഞ്ഞു വരുമെന്ന്, അവർക്ക് മനസ്സിലായി ദൈവം വിട്ടവർ എങ്ങോട്ടാണ് വിട്ടതെന്നുള്ളത്, എങ്ങനെ പ്രവർത്തിക്കുമെന്നുള്ളത് അവർക്ക് മനസ്സിലായി. ബാക്കി കൂടെ പോയ പ്രമാണികളായിരിക്കാം, കഴിഞ്ഞ നാളുകൾ ഒരുമിച്ച് നടന്നവരായിരിക്കാം. ആ 10 പേർക്ക് മനസ്സിലായില്ല അവരെ വിട്ടത് എങ്ങോട്ടാണെന്ന് മനസ്സിലായില്ല. ഈ ദൈവത്തിൽ എന്ത് ചെയ്യുവാൻ സാധിക്കുമെന്ന് മനസ്സിലായില്ല. അവർ 12 പേര് കടന്നുപോയി തിരിച്ചു വന്ന് ഡിപ്രകാരം പറഞ്ഞു, വാസ്തവമായിട്ട് ആ ദേശം പാലും തേടിയുള്ള ദേശമാണ്. എന്നാൽ ഞങ്ങൾ അവിടെ അനാഖ്യമല്ലന്മാരെ കണ്ടു. ഇവരെ കണ്ടത് അത് മാത്രമേ ഉള്ളൂ. ബാക്കി 2 പേര് ഒരു കാഴ്ച കണ്ടു. വാസ്തവത്തിൽ ദൈവം നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ ഈ ദേശം നമുക്ക് അവകാശമാക്കുവാൻ സാധിക്കും. എന്താ സംഭവിച്ചത്? 2 പേരുടെ 2 വ്യത്യസ്തമായിരിക്കുന്ന ആ ഗ്രൂപ്പിനെ 2ആയിട്ട് നമുക്ക് തിരിക്കുവാൻ സാധിക്കുമെങ്കിൽ, ഒന്നാമത്തെ കൂട്ടം എന്ന് പറയുന്നത് ദൈവവുമായിട്ട് അലൈൻമെന്റ് ഇല്ലാത്തൊരു കൂട്ടമാണ്. 2ാമത്തെ കൂട്ടം എന്ന് പറയുന്നത് ദൈവത്തോട് ബന്ധപ്പെട്ട കൂട്ടമാണ്. എവിടെ നിൽക്കുന്നറിയാമോ? ഒരേ ദൈവ തേജസ്സിന്റെ നടുവിൽ, ഒരേ ദൈവ തേജസ്സിന്റെ മകവിൽ ദൈവം തന്റെ തേജസ് കൊണ്ട് പാളയത്തെ മൂടിയിരിക്കുമ്പോൾ, പാളയത്തെ മേഘസ്തംഭം കൊണ്ട് ദൈവം ആ പാളയത്തെ മറച്ചിരിക്കുമ്പോൾ, അതിന്റെ നടുവിൽ നിൽക്കുന്ന 2 സെപ്പറേറ്റ് ഗണം. നിങ്ങളത് മനസ്സിലാക്കണം. ഈ ലോകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഒരു നല്ല 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 നെല്ലുകൊണ്ട് അതോടുകൂടെ പതിരുമുണ്ട്. ഇത് 2ഉം കൂടി വിവേചിച്ചറിയുവാൻ സാധ്യമല്ല. ഒരു പർട്ടിക്കുലർ സമയം കടന്നു വരണം. ഫലം കായ്ക്കുന്ന സമയം വരെ നെല്ലേത് പതിരേതെന്ന് കളയേതെന്ന് മനസ്സിലാക്കുവാൻ സാധ്യമല്ല. എന്നാൽ ഒരു കാര്യം സത്യമാ, ഇവിടെ വെച്ച് കാലം അവസാനിക്കുന്നില്ല. ഇതിന്റെ ഫലപൂർത്തിയിലേക്ക് കടന്നു പോകുന്ന ഒരു ദിവസമുണ്ട്. അന്നൊരു കാര്യം മനസ്സിലാക്കും, നല്ല നെല്ല് ഏതാണ്, കളയതെന്നു മനസ്സിലാക്കും. അന്ന് കളയെല്ലാം ചുരുട്ടിയെടുത്ത് തീയിലിട്ട് കളയും. ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. ഒരേ ഗണത്തിൽപ്പെട്ട് നിൽക്കുക, ഒരേ ഗണത്തിലായി നിൽക്കുന്നത്. കർത്താവായ യേശു ഇപ്രകാരം പറഞ്ഞു, ഒരു മത്സ്യം മീൻ പിടിക്കുവാനായിട്ട് കടന്നുപോയി. എന്നാൽ മീൻ പിടിച്ച് എല്ലാം കൂടെ കരയ്ക്ക് കയറ്റിയപ്പോൾ നല്ലതും ആകാത്തതുമുണ്ട്. എന്ത് ചെയ്തു? നല്ലതിനെ പാത്രത്തിൽ കൂട്ടി മറ്റൊന്നെടുത്ത് തിരിച്ചു വലിച്ചെറിഞ്ഞു കളഞ്ഞു. എന്താ ഇവിടെ സംഭവിച്ചത്? 2ഉം ഒരേ നെറ്റിലാണ് വീണേക്കുന്നത്, 2ഉം ഒരുപോലെ കിടക്കുന്നത്, 2ഉം ഒരേ സ്ഥാനത്താണ് കിടക്കുന്നത്. അവിടുന്നാണ് ഒരു വേർപാട് നടത്തുന്നത്, അവിടുന്നാണ് ഒരു സെലക്ഷൻ നടത്തുന്നത്. ദൈവത്തിന്റെ മക്കളെ നിങ്ങൾ മനസ്സിലാക്കണം. വേദപുസ്തകം ഇപ്രകാരം പറയുന്നു, അതെ, വാസ്തവത്തിൽ ദൈവസഭയിൽ ദൈവം ന്യായവിധിക്ക് നടത്തുമെങ്കിൽ അഭക്തന്റെ പാപിയുടെ ഗതി എന്താകും എന്ന് പറഞ്ഞാൽ, ദൈവസഭയിൽ ദൈവത്തിന്റെ ന്യായവിധിയുടെ സമയങ്ങളായി എന്നുള്ളത് ദൈവത്തിന്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുന്നു. ആദ്യകാലങ്ങളിൽ ദൈവം ചെയ്തു, ദൈവം മനസ്സിലാക്കി കൊടുത്തു. ആരാണ് നല്ല ഭക്തൻ, ആരാണ് ഈ കേട്ടു വന്നുവെന്നുള്ളത് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. നിങ്ങൾക്കറിയാം, ഈ പുതുവർഷം ദൈവം നമുക്ക് ഒരു വാഗ്ദത്തമുണ്ട്. ദൈവം നമുക്കതൊരു ഒരു പ്രവചന വാക്യമായിരുന്നു. നിങ്ങൾ ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഈ വർഷം എന്ന് പറയുന്നത് ദൈവം സെലക്ഷൻ ചെയ്യുന്ന വർഷമാണ്. എന്തിനാ സെലക്ട് ചെയ്യുന്നറിയാമോ? നല്ലതേതോ ആകാത്തതെന്നോ ദൈവം സെലക്ട് ചെയ്യുന്ന ഒരു വർഷമാണ്. അതിന്റെ നടുവിൽ നിൽക്കുന്ന നമുക്ക് ഒന്ന് മനസ്സിലാക്കണം, ദൈവത്തോട് മുറുകെ പിടിക്കേണ്ടത് വളരെ ആവശ്യമാണ്. എന്താ അവരുടെ അനുസരണക്കേട്? ദൈവത്തിന്റെ വചനത്തെ ഇന്നോ ഭാഗ്യമാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഞാൻ ഇപ്രകാരം പറയുന്നു, ദൈവത്തിന്റെ ഓഡിബിൾ വോയിസ് അനുസരിക്കുന്നതിനെ കുറിച്ച് മാത്രമല്ല, ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിശ്വസിക്കുന്നില്ല എങ്കിൽ അനുസരിക്കുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം ഞാനത് വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്.
അത് വിശ്വാസമായി ഞാൻ ഏറ്റെടുക്കുന്നില്ല, അതെന്റെ ജീവിതത്തിൽ വിശ്വാസമായി തീരുന്നില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു അതിനനുസരിച്ചുള്ളായിരിക്കുന്ന അനുഗ്രഹങ്ങളിലെ തടഞ്ഞു വെക്കുക. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തെ അനുസരിക്കുന്നത് ദൈവത്തിന് വേണ്ടിയല്ല, ദൈവത്തെ അനുസരിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ ദൈവത്തെ അനുസരിക്കാൻ സാധ്യമല്ല. കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടോ. ഇവരുടെ അനുസരണക്കേടോ അവിശ്വാസത്തിലേക്ക് നടത്തി. 4 വിധത്തിലാണോ ദൈവത്തെ അവർ പ്രൊവോക്കേറ്റ് ചെയ്തത്? എന്തെല്ലാമാണ്? ഫസ്റ്റ് വൺ, 4 കാര്യങ്ങൾ. Israel's unbelief was 4-fold provocation. എന്തിലാണ് അവർ പ്രൊവോക്കേറ്റ് ചെയ്തത്? ഫസ്റ്റ് വൺ, it was an attack on God's truth. It was an attack on God's truth. ഇവർ അവിശ്വസിച്ചു. ഇവർ എന്തിനെ അവിശ്വസിച്ചത്? വാസ്തവത്തിൽ ഇവർ ചെയ്തത് എന്താ? ഇവർ ചെയ്തത് എന്താ? ഈ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ വചനം, വേദപുസ്തകം പറയുന്നു നിന്റെ വചനം സത്യം തന്നെ. വാസ്തവത്തിൽ അവർ എന്തിനോട് മറുതലിക്കുകയായിരുന്നു? ദൈവ സത്യത്തോട് മറുതലിക്കുകയായിരുന്നു. ദൈവം കൽപ്പിച്ചതായിരിക്കും സത്യത്തോട് അവർ മറുതലിച്ചു. ഒരു വാക്യം വായിച്ചോട്ടെ, റോമൻസ് 3-ാം അധ്യായം 3-4 വാക്യം. ഒരു വാക്യം കൂടെ, 1 യോഹന്നാൻ ലേഖനം 5-ാം അധ്യായം 10-ാമത്തെ വാക്യം. 1 John chapter 5 verse 10. ഈ വാക്യം ഈ സമയത്ത് വായിച്ചാട്ടും. 1 John chapter 5 verse 10. വളരെ ശ്രദ്ധിച്ചിരിക്കണം, ഇതിനകത്ത് ചില മിസ്റ്ററീസ് വെളിപ്പെടും. ദൈവപുത്രന്റെ ഉള്ളിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളത്തിൽ ആ സാക്ഷ്യമുണ്ട്. എന്നിട്ട് ദൈവത്തെ വിശ്വസിക്കാത്തവൻ ദൈവം തന്റെ പുത്രനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം വിശ്വസിക്കായകൊണ്ട് അവനെ അസത്യവാദിയാക്കുന്നു. ആരെ? ദൈവത്തെ. അപ്പോൾ ദൈവത്തിന്റെ വചനം ആകുന്ന സത്യം ഞാൻ അനുസരിക്കുന്നില്ല എങ്കിൽ ദ ഫസ്റ്റ് തിങ് ഞാൻ ചെയ്യുന്നത്, ഞാൻ എൻ്റെ ദൈവത്തെ കള്ളനാക്കുക. വി മേക്ക് ഗാഡ് ആസ് എ ലയർ. ഒന്നാമത്തേത്, ദൈവത്തെ നാം കള്ളനാക്കുക. കർത്താവായ യേശുക്രിസ്തു വീണ്ടും ഒരിക്കൽ കൂടെ ആ വാക്യം ഒന്ന് വായിച്ചാൽ, വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കുന്ന വാക്യം. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ആ വാക്യം വീണ്ടും നിങ്ങൾ ധ്യാനിക്കുക, വായിക്കുക. ഇംഗ്ലീഷ് ബൈബിളിൽ ഒന്നുകൂടെ അത് വളരെ ക്ലിയർ ആയിട്ടുണ്ട്. 1 യോഹന്നാൻ 5:10 ആ വാക്യം ഇപ്രകാരം പറയുന്നു, ദൈവപുത്രൻ വിശ്വസിക്കുന്നവന് ഉള്ളിൽ ആ സാക്ഷ്യമുണ്ട്. ദൈവത്തെ വിശ്വസിക്കാത്തവൻ ദൈവം തന്റെ പുത്രനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം വിശ്വസിക്കായികയാൽ, ദൈവം തന്റെ പുത്രനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു, അതവർ വിശ്വസിച്ചത് എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിച്ചില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ദൈവത്തെ ആരാക്കി? കള്ളനാക്കി. അനുസരണം കൊണ്ട് മാത്രമേ സാധ്യമാകുകയുള്ളൂ. ദൈവത്തിന്റെ വചനം നാം അനുസരിക്കുന്നത് വളരെ ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന ഇസ്രായേൽ മക്കളെ ദൈവം വെട്ടിക്കളയുന്നു എന്ന് ദൈവത്തിന്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുന്നത് ഇന്ന് എന്റെയും നിങ്ങളുടെ ചരിത്രത്തിൽ നിങ്ങൾ ജീവിക്കുന്ന ചരിത്രപരമായിട്ട് അത് കാണുന്നുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, എന്റെ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് വെറും ഒരു മിഥ്യയല്ല. എന്റെ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. ഇസ്രായേൽ മക്കളെ വെട്ടിക്കളയുവാൻ ദൈവം ശക്തനായിരുന്നുവെങ്കിൽ, ഇസ്രായേൽ മക്കളെ വെട്ടിക്കളഞ്ഞ് തീയിലിടുവാൻ ദൈവം ശക്തനായിരുന്നുവെങ്കിൽ, ഒന്ന് മനസ്സിലാക്കണമേ, ഞാനും നിങ്ങളും അനുസരിക്കാതിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന് വീണ്ടും അത് ചെയ്യുവാൻ സാധിക്കും. എന്താ ഇവിടെ സംഭവിച്ചത്? അവരുടെ അനുസരണക്കേട്, അവരുടെ അവിശ്വാസം ദൈവത്തെ ആരാക്കി മാറ്റി? കള്ളനാക്കി മാറ്റി. മനസ്സിലാക്കണമേ, നമ്മൾ ചെയ്യുന്നൊരു കൊച്ചു കാര്യമാണ്, പക്ഷെ അതിൻ്റെ എൻഡ് വളരെ ഭയങ്കരമാണ്. ഞാൻ അവിശ്വസിക്കുന്ന ദൈവത്തിന്റെ വചനം അവിശ്വസിക്കുന്ന ഓരോ അവിശ്വാസവും എൻ്റെ ദൈവത്തെ ഞാൻ കള്ളനാക്കുക. ഇന്ന് രാത്രി ദൈവത്തിന്റെ മക്കളെ ശാന്തമായിട്ട് ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തിന്റെ വചനത്തെ പൂർണ്ണമായിട്ട് കീഴ്പ്പെടുക, ദൈവത്തിന്റെ വചനത്തെ പൂർണ്ണമായിട്ട് അനുസരിക്കുക, ദൈവത്തിന്റെ വചനത്തിന് കീഴ്പ്പെട്ടിരിക്കുക. ദൈവത്തെ കള്ളനാക്കുവാനല്ല. ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിവൻ ചോരയാൽ എന്നുള്ള കഴുകണം. മുൻപോട്ട് പഴവപ്പെട്ടെന്ന് കടന്നു പോകട്ടെ. എന്താണ് രണ്ടാമത്?
അവിശ്വാസം. ഒന്നാമത് സംഭവിച്ചത് വി മേഡ് ഗോഡ് എ ലയർ. രണ്ടാമത്തത് ഇറ്റ് വാസ് an attack. It was an attack upon his power. It was an attack upon his power. ദൈവത്തിൻ്റെ ശക്തിക്കെതിരായിരിക്കുന്ന ഒരു മത്സരമായിരുന്നു അനുസരണക്കേട് കൊണ്ട് സംഭവിച്ചത്. ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്തു? അവരുടെ അവിശ്വാസം ദൈവത്തിൻ്റെ ശക്തിയോട് അവർ മത്സരിക്കുകയായിരുന്നു. ഇവർക്ക് നന്നായിട്ടറിയ ആരാണ് അവരുടെ ദൈവം, എന്താണ് അവരുടെ ശക്തി. കഴിഞ്ഞ നാളുകൾ അവർ അത് അനുഭവിച്ചതാ. മിസ്രൈമിന്റെ അധീനതയിലായിരുന്നപ്പോൾ നിലവിളിയുടെ മുൻപിൽ വിളികേട്ടവനാകുന്ന കർത്താവ്, ബലമുള്ള ഭുജം കൊണ്ട് നീട്ടിയ കരം കൊണ്ട് വിടുവിച്ചവനാകുന്ന നല്ല കർത്താവ്, ആ കർത്താവിൻ്റെ അത്ഭുത കരങ്ങൾ കണ്ട് അവരെ മരുഭൂപ്രയാണം തുടങ്ങിയപ്പോൾ ദൈവത്തിലുള്ള വിശ്വാസികളായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. എന്നാൽ അവരല്പം മുൻപോട്ട് കടന്നു വന്നപ്പോൾ അവർ അവിശ്വാസികളായിത്തീർന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവർ ഫറവോൻ പിന്നിൽ കടന്നു വരുന്ന കാഴ്ച അവർ കാണുക. മുൻപിലേക്ക് അവർ നോക്കുമ്പോൾ ചെങ്കടൽ കടക്കുക. ഇതിന്റെ മുൻപിൽ നിന്നോട് ഞാനും നിങ്ങളുമായിരുന്നു ഇത് തന്നെ ചെയ്തേനെയും. നമ്മൾ അവരെക്കാൾ ഒട്ടും മോശമൊന്നുമല്ല. നമ്മൾ അവരെ ഇത്രേ ചെയ്തുള്ളൂ, നമ്മൾ ഒരു സ്റ്റെപ്പിലൂടെ മുമ്പോട്ട് ചെയ്തു പോയനെയും. എന്നാൽ ഈ ജനം എന്ത് സംഭവിച്ചു? ഇവിടെ കാണുന്നത് മുൻപിൽ ചെങ്കടൽ, പിൻപിൽ മിസ്രൈം സൈന്യം കടന്നു വരുന്ന കാഴ്ച കണ്ടപ്പോൾ അവരൊരു ചോദ്യം ചോദിച്ചു, മിസ്രൈമിൽ ശവക്കുഴിയില്ലായിട്ടോ നീ ഞങ്ങളിവിടെ കൂട്ടിക്കൊണ്ടു വന്നത്? ഞങ്ങളിവിടെ മരുഭൂമിയിൽ പട്ടുപോകണമോ? ഇതിനേക്കാൾ നല്ലത് ഞങ്ങൾ അടിമത്തത്തിന് കീഴിൽ കിടക്കുന്നതായിരുന്നു. വാസ്തവത്തിൽ എന്താ ഇവർക്ക് സംഭവിച്ചത്? ഇവരുടെ അവിശ്വാസം എന്തിലേക്ക് അവരെ നടത്തി? ദൈവത്തിന്റെ ശക്തിയെ അവരിപ്പോഴോ സംശയിക്കുക. ദൈവത്തിന്റെ ശക്തി അവര് സംശയത്തോടുകൂടെ കാണുക. ദൈവത്തിന്റെ ശക്തി അവർ മത്സരിക്കുക. ഇവർക്കൊന്ന് മനസ്സിലാക്കാമായിരുന്നു, ഈ ദൈവം കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ വിടുവിച്ചവനാണ്. വാഗ്ദത്തം പ്രാപിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുൻപോട്ട് കടന്നു പോകുന്നത്. വാഗ്ദത്തം ഞങ്ങളുടെ കരങ്ങളുണ്ട്. ഈ വാഗ്ദത്തം നാട്ടിൽ കൊണ്ട് എത്തിക്കുവാൻ ഈ ദൈവം ശക്തനെന്ന് അവർ പരിപൂർണമായിട്ട് വിശ്വസിച്ചിരുന്നുവെങ്കിൽ അവരുടെ മുൻപിലുള്ള സകല പ്രശ്നങ്ങളുടെ മേലോ അവർ പരിപൂർണമായിട്ട് പതറി പൂർവ്വത്തിലായിരുന്നു. ദൈവത്തിന് അവർ നന്ദി കരേറ്റുമായിരുന്നു. പ്രശ്നങ്ങളുടെ മുൻപിൽ ദൈവത്തിന് നന്ദി കരേറ്റുവാനല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പ്രശ്നങ്ങളുടെ മുൻപിൽ അവർ ദൈവത്തിൽ അവർ ആശ്രയിച്ചതിനെയും ദൈവത്തിൽ അവർ ചാരിയനെയും. എന്താ ഇവരുടെ ജീവിതത്തിൽ ഓരോ സമയത്തും സംഭവിച്ചത്? ദൈവത്തിന്റെ ശക്തി അവർ സമയാസമങ്ങൾ കണ്ടു, ദൈവത്തിന്റെ കരങ്ങൾ അവർ സമയാസമങ്ങൾ കണ്ടു. എന്നാലും എന്ത് സംഭവിച്ചല്ലേ? അടുത്ത പ്രശ്നത്തിലേക്ക് കടന്നു വരുമ്പോൾ വീണ്ടും അവർ ദൈവത്തിന്റെ ശക്തി അവർ മത്സരിക്കുക. വീണ്ടും ദൈവം പ്രവർത്തിക്കുവാൻ സാധിക്കുമോ? ഞങ്ങൾക്ക് ദൈവം മരുഭൂമിയിൽ മന്ന തന്നു, ഇറച്ചിയുടെ തരുവാൻ സാധിക്കുമോ? ഒരു ചോദ്യമാണ്. ദൈവം അത്രമാത്രം ശക്തനാണോ? ദൈവത്തിന് സാധിക്കുമോ? പ്രിയ സഹോദര, ഒന്ന് ഓർത്തിരുന്നുവെങ്കിൽ, നിന്നെ കഴിഞ്ഞ കാലം നടത്തിയതായിരിക്കും വിധങ്ങൾ പാറയിൽ നിനക്ക് വെള്ളം കിട്ടിയതിനെ കുറിച്ച് നീ ഓർത്തിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഒന്നും അറിയാമായിരുന്നു. പാറയിൽ നിന്ന് വെള്ളം കിട്ടുവാൻ സാധ്യമല്ലാത്ത സ്ഥാനത്ത് നിന്ന് നീർത്തോടുകൾ കണക്കെ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെട്ട് ദൈവം നീ കുടിച്ച ആ സമയത്ത് ഒന്നും നോക്കാമായിരുന്നു. അതേ ദൈവം നിനക്ക് തരുവാൻ ശക്തനാണ്. എന്താ ഇവർ സംഭവിച്ചു? എന്താ ഇവർക്ക് സംഭവിച്ചത്? ഇവരുടെ അവിശ്വാസം അനുസരണക്കേട് എന്തിലേക്ക് അവരെ നടത്തി? ദൈവത്തിന്റെ ശക്തി അവർ സംശയിക്കുക. ദൈവത്തിന്റെ ശക്തി അവർ സംശയിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ നിങ്ങൾ ഓർക്കണമേ. ദൈവം പറയുന്ന പലപ്പോഴും ദൈവം, ഞാൻ പറഞ്ഞു എങ്ങനെ അനുസരിക്കുന്നതോ ദൈവത്തിന്റെ വചനം. പ്രതികൂലങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, നീ യെരിഹോവിന്റെ മുമ്പിൽ നിന്നിട്ട് ദൈവത്തിന് നന്ദി കരറ്റ്. യെരിഹോ അതിൽ ഇടിഞ്ഞു വീഴുന്നു പറയുമ്പോൾ നീ ഇപ്പത്തിനോട് കരഞ്ഞുകൊണ്ടിരുന്നാൽ എന്താ നീ ചെയ്യുന്നറിയാമോ? നീ ദൈവത്തിന്റെ വചനത്തെ സംശയിക്കുക. അതുകൊണ്ട് എന്ത് വരുന്നു? ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുവാൻ സാധിക്കുന്നില്ല. പ്രിയപ്പെട്ട ദൈവസന്നിധി നിലവിളിക്കുന്നതല്ല പറയുന്നത്, ദൈവത്തിന്റെ സന്നിധിയിൽ മാത്രമായിരിക്കണം ഞാൻ നിങ്ങളുടെ ആശ്രയമായിരിക്കുന്നത്. ദൈവം ശക്തനാണ്. നമ്മൾ ഒന്ന് മനസ്സിലാക്കണം. ഇന്നലെ വിടുവിച്ച ദൈവം ഇന്നും വിടുവിക്കുവാൻ ശക്തൻ. ഈ മരിപ്പ് പ്രയാണത്തിൽ വാഗ്ദത്തം കൊണ്ടെത്തിക്കുവാൻ ദൈവം ശക്തൻ. കഴിഞ്ഞ ദിവസം കടന്നു വന്ന ദൈവദാസിപ്പാരെ പറഞ്ഞു, ഒരു വിശ്വാസിന്റെ ജീവിതം എന്ന് പറയുന്നത് പരാജയത്തിന്റെ ജീവിതമല്ല, ജയത്തിന് വേണ്ടി അവരെ നിർത്തിയിരിക്കുക. നിങ്ങൾ മനസ്സിലാക്കണം, നമുക്ക് ഭൂവശം തന്നൊരു വാഗ്ദത്തമുണ്ട്. യഹോവയുടെ കണ്ണ് തങ്ങൾ ഭക്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി, തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി താൻ ബലവാൻ വെളിപ്പെടുത്തുക. ഭൂമിയിലെല്ലാവരും ഊടാടിക്കൊണ്ടിരിക്കുന്നു. സഹോദര, ദൈവത്തിന്റെ കണ്ണ് ഊടാടിക്കൊണ്ടിരിക്കുക. നിന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് ഈ ദൈവം ബലവാൻ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയ സഹോദരി, ഞാൻ ഓർപ്പിക്കട്ടെ, നിന്റെ ജീവിതത്തെ ഇന്നത്തെ ഭൗതികമായ വിഷയത്തിൽ നിന്നുകൊണ്ട് നിന്നിൽ കൂടെ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുത്തി ദൈവം ബലവാൻ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു.
മറ്റുള്ളവരുടെ ജീവിതത്തിൽ കൂടെ അല്ല, മറ്റുള്ളവരുടെ കഴിവിൽ കൂടെ അല്ല, നിന്റെ ജീവിതത്തിൽ കൂടെ ദൈവം നടത്തുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുത്തുന്ന ഒരു പത്രമാണോ ഞാൻ നിങ്ങൾ മനസ്സിലാക്കുന്നത് വളരെ ആവശ്യമാണ്. ദൈവത്തിന്റെ വിശുദ്ധ വചനത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന അനേക കാര്യങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, ദൈവം ഫറവോനെ നിർത്തിയിട്ട് ദൈവം പറഞ്ഞു. എക്സോഡസ് പുറപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൽ 16-ാമത്തെ വാക്യം, പുറപ്പാട് 9:16, എങ്കിലും എന്റെ ശക്തി നിന്നെ കാണിക്കേണ്ടതിനോ. ഹോളി ഗാഡ്, പ്രൈസ് ഗാഡ്. യെസ്, ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു. ദൈവം ഫറവോനോട് ഫറവോനെ നിന്നെ ഞാൻ നിർത്തിയിരിക്കുന്നത്, ശത്രുവിനെ ദൈവം നിർത്തിയിരിക്കുന്നത് എന്റെ ശക്തി നീ കാണേണ്ടതിനോ. ദൈവം എത്രമാത്രം പവർഫുൾ എന്ന് ലോകം കാണേണ്ടതിന്, നിനക്കെതിരായിട്ട് കടന്നുപോയി ശക്തി മനസ്സിലാക്കണം. ഈ ദൈവത്തിന്റെ ശക്തി എന്താണെന്നുള്ളത് അതിനുവേണ്ടി ദൈവം നിർത്തിയിരിക്കുന്നത്. ഹോളി സ്പിരിറ്റ്, വി താങ്ക് യു. ദൈവത്തിന്റെ മക്കൾ മനസ്സിലാക്കണം, നമുക്കെതിരായിട്ട് വരുന്നതായിരിക്കുന്ന ശക്തിയെ അതിനേക്കാൾ വലുത് ദൈവത്തിന്റെ ശക്തിയെന്ന് വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിച്ചുകൊണ്ട് ചില ശത്രുവിനെ മുൻപ് നിർത്തിയിരിക്കുന്നുവെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കണം. ഈ ശക്തിയെ ദൈവം പരിപൂർണമായിട്ട് പരാജയപ്പെടുത്തി ഒരു കാര്യം ദൈവം വെളിപ്പെടുത്തും, ഭൂമി മുഴുവൻ ദൈവം വെളിപ്പെടുത്തുവാൻ ഇടയായി തീരും. ഒരു ദൈവം മാത്രമേ ഉള്ളൂ എന്നുള്ളത്. ദൈവം അതിനാ നിർത്തിയിരിക്കുന്നത്, ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുത്തുവാൻ. അങ്ങനെയെങ്കിൽ ഒന്ന് ആവശ്യമാണ്, ഇവക്കൊന്ന് മനസ്സിലാക്കാമായിരുന്നു, വിശ്വസിക്കാമായിരുന്നു. ദൈവം ശക്തൻ. നമുക്കറിയാം, ഫിലിപ്പിയർ 4:13 അനുഗ്രഹിക്കപ്പെട്ട വാക്യം. എൻ്റെ ദൈവം അവിടെ പറയുന്ന വാക്യമുണ്ട്, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം. എന്നിട്ടും പലതിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കുമ്പോൾ ഈ വേർഡ് പറയും, വേദനിക്കുമ്പോൾ ഈ വേർഡ് പറയും, ആരോടെങ്കിലും ആർക്കെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ഈ വേർഡ് എടുത്ത് ചാടി പറയും. പക്ഷേ സെൽഫാരിക ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇതിന് യാതൊരു വാല്യൂമില്ല. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിൽ മതിയായതാകുന്നു. ഈ നാളുകൾ ദൈവത്തിന് വേണ്ട ഒരു കൂട്ടം ജനമെന്ന് പറയുന്നത് എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ദൈവം ഞാൻ സകലത്തിൽ മതിയായതാകുന്നുവെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുവെങ്കിൽ അവന്റെ ശക്തി എന്നെ കൊണ്ട് സകലം ചെയ്യിപ്പിക്കുവാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തെയാണോ എൻ്റെ ദൈവത്തിന് കാണുവാൻ ആഗ്രഹിക്കുന്നത്. അവരുടെ ശക്തിയാൽ എനിക്കത് സാധിക്കും. എന്ത് ചെയ്തു? ഇവർ ദൈവത്തിന്റെ ശക്തിയെ അവർ മഹതലിച്ചു, ദൈവത്തിന്റെ ശക്തിയോടെ അവർ മത്സരിച്ചു. വിഷയമൊന്നേ ഉള്ളൂ, അവരുടെ അനുസരണക്കേട്, അവരുടെ അവിശ്വാസം. പക്ഷെ അവരുടെ അവിശ്വാസം ദൈവത്തിന്റെ ശക്തി. എന്നാൽ ദൈവം വിശ്വസ്തനായതുകൊണ്ട്, ദൈവം മോശയെ കണ്ടതുകൊണ്ട് ദൈവം കാലാകാലങ്ങൾ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുത്തി. എന്നാൽ നമ്മുടെ പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ പലപ്പോഴും അവിശ്വാസത്തിലാകുന്നതുകൊണ്ട് ദൈവത്തിന്റെ ശക്തി നമ്മൾ കാണുവാൻ സാധിക്കുന്നില്ല. 11 ദിവസം കൊണ്ട് 200 മൈൽ യാത്ര ചെയ്ത് വാഗ്ദത്ത നാട് അവകാശമാക്കേണ്ട ഇസ്രായേൽ മക്കളാണ് 40 വർഷം അതിനുവേണ്ടി എടുക്കുവാനിടയായത്. 11 ദിവസം 200 മൈലാ ഡിസ്റ്റൻസ്, അതിന് 40 വർഷമെടുത്തു. ഇന്ന് പലരുടെയും അനുഗ്രഹം മുൻപോട്ട് പോകുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? അത് ഇസ്രായേൽ മക്കളോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. അവർ പണ്ടത് അനുഭവിച്ചതാ, അവർക്കറിയാമതിന്റെ കാരണം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തിന്റെ ശക്തിയോടെ അവർ മകതലിച്ചു. 3 അവരെങ്ങോട്ട് മകതലിച്ചു? എന്താണ് അവർ ചെയ്തത്? The third point, it was an attack. It was an attack upon his immutability. അവൻ മാറാത്തവൻ, ചേഞ്ചബിൾ. ദൈവം മാറ്റമില്ല. പക്ഷെ ഇവരനുസരിക്കാതെ ഇരുന്നു കൊണ്ട് എന്ത് ചെയ്തു? ദൈവത്തിന്റെ മാറ്റമില്ലായ്മേ അതിനോട് ഇവർ മറുതലിക്കായിരുന്നു, ഇവർ എതിർക്കുകയായിരുന്നു. എന്താ വിഷയം? ഒരു വാക്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വായിച്ചാൽ മാത്യു ചാപ്റ്റർ 5 വേഴ്സ് 18, മത്തായി 5:18. ആകാശം ഭൂമി ഒഴിഞ്ഞു പോകുമെങ്കിലും ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്ന ന്യായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന ഒരു പുള്ളിയോ വള്ളിയോ നീങ്ങിപ്പോകയില്ല, അത് അക്ഷരികമായിട്ട് നിറവേറ്റപ്പെടും എന്ന് പറഞ്ഞാൽ ദൈവം മാറാത്തവൻ, ഇമ്മ്യൂട്ടബിൾ. അവന് മാറ്റമില്ല, ദൈവത്തിന് മാറ്റമില്ല, ദൈവത്തിന് മാറ്റം വരുന്നില്ല. ഈ ദൈവത്തിന് മാറ്റമില്ലായ്മ എന്താ അവിടെ സംഭവിക്കുന്നത്? വായിച്ചോട്ട് 2 Corinthians 1:19-20 വാക്യം. ഒരിക്കൽ എന്നും മറ്റൊരിക്കലില്ല എന്നും ആയിരുന്നില്ല. കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു. പൗലോസ് പറയുക, ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരുന്ന യേശുണ്ട്, ആ യേശുവിന് പ്രത്യേകതയുണ്ട്. ഒരിക്കൽ എന്നോ പിന്നോ ഇല്ല എന്നും അവൻ പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ അവൻ എന്ന് പറഞ്ഞാൽ എന്ന് തന്നെ, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് തന്നെ. ചേഞ്ച് ചെയ്യാത്തവൻ, മാറ്റമില്ലാത്തവൻ.
എന്താ ഈ മാറ്റമില്ലായ്മ എന്നത് നമ്മൾ കാണുന്നത്? പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഇവിടെ എന്ത് സംഭവിച്ചു? ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്, ഈ ദൈവം മാറത്തില്ല എന്ന് വിശ്വസിച്ചിരുന്നുവെങ്കിൽ ഇവരുടെ അവിശ്വാസത്തിന് സാധ്യതയില്ലായിരുന്നു. അവർക്കൊന്ന് വിശ്വസിച്ചാൽ മതിയായിരുന്നു. ഞങ്ങളെ നടത്തിയൊരു കർത്താവ് ഞങ്ങളെ ഇവിടെ നടത്തുമെന്നോ? ഇവിടെ എന്താ ഒരു ദൈവവചനം ആവശ്യമായിരിക്കുന്നത്? അതിനാണ് അനുഗ്രഹിക്കപ്പെട്ട ഒരു മറിയെ നമ്മൾ കാണുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിലെ 38-ാമത്തെ വാക്യം, ലൂക്ക് ചാപ്റ്റർ 1 വേഴ്സ് 38. അവിടെ പറയുന്നൊരു വേർഡ് വായിച്ചാണ് പെട്ടെന്ന്. ഇതാ ഞാൻ കർത്താവിൻ്റെ എത്ര ബ്യൂട്ടി! അസാധ്യമായ കാര്യമാണ് മറിയോട് പറഞ്ഞത്. അതുവരെ കേട്ടുകളില്ലാത്ത കാര്യമാണ് പറഞ്ഞത്. സംഭവിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മറിയോട് പറഞ്ഞത്. നാട്ടുകാരുടെ മുമ്പിൽ അപമാനകരമായ വിഷയമാണ് പറഞ്ഞത്. അപ്പോൾ മുൻപിലൊന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും എനിക്കറിയത്തില്ല അനുസരിക്കുമോ ഇല്ലയോ എന്നുള്ളത്. എനിവേ അനുസരിച്ചോ എന്നുള്ള സത്യമാണ്. പക്ഷേ എന്താ ഇവിടുത്തെ വിഷയം? ഇവിടെ ഈ കാര്യങ്ങളൊക്കെ ദൈവം പറഞ്ഞപ്പോൾ താൻ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ദൈവത്തോട് ചോദിച്ചു. ദൈവം പറഞ്ഞ കുഞ്ഞെ, ഇതാ നിനക്ക് സംഭവിക്കാൻ പോകുന്നത്. മറിയ പറഞ്ഞൊരു വേർഡുണ്ട്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ. മറിയ ഒരു കാര്യം മനസ്സിലാക്കി, ദൈവം ഇമ്മ്യൂട്ടബിളാ, ദൈവം മാറാത്തവൻ, ദൈവത്തിന് മാറ്റമില്ല, അവൻ അചഞ്ചലനായ ദൈവം. നിങ്ങൾ മനസ്സിലാക്കണമേ, ദൈവത്തിൻ്റെ ദാസൻ മലാഖി ഇപ്രകാരം പറയുന്നുണ്ട്, യഹോവയായ കർത്താവ് മാറാത്തവൻ. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിന് മാറ്റമില്ല. ഗിദെയോൻ ഈ സത്യം മനസ്സിലാക്കി. ഗിദെയോൻ ദൈവത്തോട് ചോദിക്കുക, അയ്യോ യജമാനെ, യഹോവ നമ്മോട് കൂടി ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ഭവിക്കുന്നത് എന്ത്? നമ്മെ മിസ്രയീമിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന ദൈവത്തിന്റെ കരം ഇന്ന് എവിടെ? ഗിദെയോൻ ഒരു കാര്യം മനസ്സിലാക്കി, ദൈവത്തിന്റെ കരം ആകത്തില്ല. കഴിഞ്ഞ നാളുകളിലെ ദൈവം വിടുവിച്ച വിടുതലിന്റെ കരങ്ങൾ കണ്ടുകൊണ്ട് ഇന്ന് പറയണം, ഈ ദൈവം ഇന്ന് എന്നെ വിടുവിക്കും. സിംഹത്തിന്റെ കയ്യിൽ നിന്ന് കരടുകളിൽ നിന്ന് വിടുവിച്ച ദൈവം എന്നെ ഈ അഗ്രചർമ്മയുടെ കയ്യിൽ നിന്നും വിടുവിക്കും. അഗ്രചർമ്മയുടെ കയ്യിൽ നിന്ന് വിടുവിക്കും. ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവത്തിൻ്റെ മക്കൾക്ക് ആവശ്യമായിരിക്കുന്നതാ. ദൈവം ഒരിക്കലും മാറത്തില്ല. ഇന്നലെ അവൻ സൗഖ്യമാക്കിയെങ്കിൽ ഇന്ന് അവൻ സൗഖ്യമാക്കും. ഇന്നലെ എൻ്റെ വയറ്റുവേദന സൗഖ്യമാക്കി, ഇന്ന് എൻ്റെ നടുവേദന സൗഖ്യമാക്കും. ദൈവത്തിന് നടുവേദനയും വയറ്റുവേദനയും അല്ല വലിയ കാര്യമായിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് എന്നാണെന്നറിയാമോ? ദൈവത്തിന് നിൻ്റെ കൊച്ചു മുട്ടുവേദനയും ദൈവത്തിന് നിൻ്റെ ക്യാൻസറും ഒരുപോലെ. ദൈവം ഒരു വാക്ക് കൽപ്പിച്ചാൽ ദൈവം നിൻ്റെ മുട്ടുവേദന മാറ്റും, ഒരു വാക്ക് കൽപ്പിച്ചാൽ ദൈവം നിൻ്റെ ക്യാൻസർ മാറ്റും. ദൈവത്തിന് മുമ്പിൽ അതിന് വ്യത്യാസമില്ല, ദൈവത്തിന് മുമ്പിൽ അത് മാറ്റമില്ല. എന്നാൽ ഒന്ന് മനസ്സിലാക്കണം, എനിക്ക് നിങ്ങൾക്ക് വലിപ്പച്ചപ്പം പറയുവാൻ സാധിക്കും. എന്നാൽ ഒന്ന് നോക്കണമേ, ദൈവം മാറാത്ത ദൈവമാ. അതുകൊണ്ട് ഇന്നലെ വിടുവിച്ചു വന്ന ഈ സ്ഥാനത്ത് വിടുവിക്കും. ഇന്നലെ വിടുവിച്ച കർത്താവ് ഇന്നും വിടുവിക്കും. ജീവിതത്തിന്റെ ഇന്നത്തെ അവസ്ഥകളെ നോക്കിക്കൊണ്ട് നിങ്ങൾ പറയണം, ഇന്നലെ വിടുവിച്ച ദൈവത്തിന്റെ കരങ്ങൾ കാണണം. കണ്ടിട്ട് വേണം ദൈവത്തോട് പറയാൻ, എൻ്റെ ദൈവമേ, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, നീ ഞങ്ങളെ വിടുവിക്കുന്ന ദൈവമാ. ഇന്നലെ എന്നെ വിടുവിച്ച് ജോലിയില്ലായ്മയുടെ അവസ്ഥയിൽ ദൈവമേ നിങ്ങൾക്ക് ജോലി തന്നു, അത്ഭുതമായിട്ട് ഉയർത്തിയ ദൈവമാണ്. ഇന്നത്തെ വിസയുടെ പ്രശ്നത്തിൽ നിന്നും നാളെ എന്നെ വിടുവിക്കുന്ന ദൈവം. ഇത് പറയുവാൻ സാധിക്കുമെങ്കിൽ ഇതിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്ന ഒന്നുമില്ല. എന്താ അതിൻ്റെ അർത്ഥം? എൻ്റെ ദൈവം ഇമ്മ്യൂട്ടബിൾ. ഫോർത്ത് പോയിന്റ്, നാലാമത്തതോ, ഇറ്റ് വാസ് ഓൾസോ an attack upon his faithfulness. It was also an attack upon his faithfulness. എന്തായിരുന്നു? ഇവർ ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ഇവരെ ചോദ്യം ചെയ്യായിരുന്നു. ഇവരുടെ ഓരോ പ്രശ്നങ്ങൾ കടന്നു വന്നപ്പോൾ, ദൈവം പറഞ്ഞത് അവരനുസരിക്കാതിരുന്നപ്പോൾ ദൈവത്തിൻ്റെ വിശ്വസ്തതയെ അവർ ചോദ്യം ചെയ്തു. ദൈവത്തിൻ്റെ വിശ്വസ്തതയെ അവർ സംശയിച്ചേ. കുഞ്ഞെ, ഞാൻ നിനക്ക് മന്ന തരുമെന്ന് പറഞ്ഞപ്പോൾ ഇവർ വിശ്വസിക്കാതെ വന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തതയെ അവർ ചോദ്യം ചെയ്തത്. അവരുടെ സ്റ്റേജ് ബൈ സ്റ്റേജ്, ഓരോ സ്റ്റെപ്പിൽ, അവരുടെ മരുപ്പ് പ്രയാണത്തിൽ അവർ സംഭവിച്ചതായിരിക്കുന്ന അവിശ്വാസം ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ചോദ്യം ചെയ്തു. പ്രിയപ്പെട്ടവരെ, ചെയ്യുന്നൊരു കൊച്ചു തെറ്റ. ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കി അത് വിശ്വാസമായി ഏറ്റെടുക്കാതെ അത് പോകുന്നത് കൊണ്ട് ഞാൻ നിങ്ങൾ ചെയ്യുന്നതായിരിക്കുന്ന വലിയ തെറ്റ്, ആ അനുസരണക്കേട് എന്നെ അവിശ്വാസത്തിലേക്ക് നയിക്കുന്നു. അവിശ്വാസം സ്വസ്ഥതയിലേക്ക് എന്നെ കടത്തുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഒന്ന്, എൻ്റെ ദൈവത്തെ ഞാൻ കള്ളനാക്കുന്നു. രണ്ട്,
ദൈവത്തിൻ്റെ ശക്തിയെ ഞാൻ സംശയിക്കുന്നു. 3, ദൈവത്തിൻ്റെ മാറ്റമില്ലായ്മയെ ഞാൻ സംശയിക്കുന്നു. 4, ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ഞാൻ സംശയിക്കുന്നു. ചെയ്യുന്ന തെറ്റൊന്ന്, അതിൻ്റെ അനന്തര ഫലങ്ങൾ വളരെ വലുത്. എന്നാൽ ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പറയുന്നു, വേദപുസ്തകം അവിടെ വെച്ച് അവസാനിപ്പിക്കുന്നില്ല. അവസാനിപ്പിക്കുന്ന ഭാഗം 6 ലക്ഷം പുരുഷന്മാർ മരുഭൂമിയിൽ പട്ടുപോയപ്പോൾ 2 പേര് വാഗ്ദത്തനാട്ടിൽ കിടന്നു. പട്ടുപോയ 6 ലക്ഷം പുരുഷന്മാരല്ല നമ്മുടെ വിഷയം. കടന്നുപോയ വാഗ്ദത്ത നാട്ടിൽ ചെന്നെത്തിയ 2 പേര്, അതാണ് നമുക്കുള്ളത്. മുഴുവൻ ആൾക്കാരും മരുഭൂമിയിൽ പട്ടുപോയിരുന്നുവെങ്കിൽ എനിക്ക് നിങ്ങൾക്കും പറയാമായിരുന്നു രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ രക്ഷപ്പെട്ട 2 പേരുള്ളത് കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും, 1000 10,000 പട്ടുപോയാലും വാഗ്ദത്ത നാട്ടിൽ ഞാൻ ചെല്ലും. വാഗ്ദത്ത നാട്ടിൽ ഞാൻ ചെല്ലും. ഈ മരുഭൂ പ്രയാണത്തിൽ വിശ്വാസം ഇറങ്ങിത്തിരിച്ച പലരും വീണുപോയാലും, പലരും അവിശ്വാസികളായി തീർന്നാലും, പലരും അനുസരണക്കേട് കാണിച്ചാലും ഞാൻ ദൈവത്തോട് വിശ്വസ്തനായി നിൽക്കാം. ഇന്ന് രാത്രി ആ ചോദ്യങ്ങളോട് ഞാൻ അവസാനിപ്പിക്കുവാൻ പോവുക. നമുക്ക് തുറക്ക് പറയുവാൻ സാധിക്കും, ദൈവമേ, ഒരു കാലേബിനെ പോലെ, ഒരു യോശുവയെ പോലെ ജീവിതത്തിൻ്റെ ഏത് സന്ദർഭങ്ങളിലും നിന്നെ മാത്രം മുഖപ്പിടിച്ചുകൊണ്ട്, നിന്നോട് അനുസരണം കാണിച്ചുകൊണ്ട്, നിന്നെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ മുൻപോട്ട് കടന്നു പോകുവാൻ എനിക്ക് താല്പര്യം. എല്ലാ കണ്ണുകളും ശാന്തമായിട്ട് അടയട്ടെ.